12 മുതലുള്ള ശ്ലോകങ്ങളും അർത്ഥവും. ദിനയാമിനിയൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായതഃ കാലക്രീഡതി ഗച്ഛത്യായുസ് തദഭിനമുഞ്ജത്യാശാവായു. ദിനവും രാത്രിയും സന്ധ്യയും പ്രഭാതവും ശിശിരവും വസന്തവുമെല്ലാം വീണ്ടും വീണ്ടും വരും. കാലങ്ങൾ കഴിയും, ആയുസ്സു പോകും. അപ്പോൾ പോലും ആശ മനുഷ്യനെ വിട്ട് പോകുന്നില്ല. ദ്വാത്രിംജനികാഭിരുശേഷാ കഥിതോ വൈയാകരണദിശേഷാ ഉപദേശോദ്ബുദ്വിദ്യാനി പുണേ ശ്രീമജ്ജങ്കര ഭഗവച്ചരണരീ. 12 ശ്ലോകങ്ങളുള്ള ഈ പൂച്ചെണ്ട് ഭഗവത്പാദനായി ആരാധിക്കപ്പെടുന്ന ശങ്കരൻ ഒരു വ്യാകരണ പണ്ഡിതന് നൽകി. ചതുർദശ മഞ്ജരികാ സ്തോത്രത്തിലെ ശ്ലോകങ്ങളും അർത്ഥവും. കാതാകാന്താദനഗദചിന്താ വാതുലകിം തവ നാസ്തി നിയന്താ ത്രിജഗതി സഞ്ജന സംഗതിരേകാ ഭവതി ഭവാർണവതരണേ നൗകാ. എന്തിന് ഭാര്യയെയും ധനത്തെയും കുറിച്ച് ചിന്തിക്കുന്നു? ഹേ ഭ്രാന്ത, നിനക്കൊരു നിയന്താവില്ലേ? 3 ലോകത്തിലും സജ്ജനങ്ങളുടെ സംസർഗം മാത്രമാണ് ലൗകിക ജീവിതമാകുന്ന കടൽ കടക്കാനുള്ള നൗക. ജഡിലോ മുണ്ടീലുഞ്ജിതകേശാ കാഷായാംബരവഞ്ചിതവേഷാ പശ്യന്നപി ച ന പശ്യതി മൂഢോ ഹ്യുദ്ധരനിമിത്തം ബഹുകൃതവേഷാ. ജടാധാരി തലമുണ്ടനം ചെയ്തയാൾ, തലയിലെ ഓരോ രോമങ്ങളും പിഴുതെടുത്തയാൾ, ഇങ്ങനെ കാഷായ വസ്ത്രം ധരിച്ച പലവിധ വേഷങ്ങൾ. സത്യമെന്തെന്ന് അറിയുന്നുണ്ടെങ്കിലും അത് കാണാത്ത മൂഢന്മാർ വയറ്റിപ്പിഴപ്പിനായി മാത്രം പലവിധ വേഷം ധരിച്ചവരാണ്. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹിതം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദഭിനമുഞ്ജത്യാശാപിണ്ഡം. അംഗം തളർന്നു, തലയും നരച്ചു, വായിൽ പല്ലില്ലാതായി, വടി കുത്തിപ്പിടിച്ച് വൃദ്ധൻ നടന്നു നീങ്ങുന്നു. അപ്പോൾ പോലും ആശ കൈവിടുന്നില്ല. അഗ്രേ വന്യം പൃഷ്ഠേ ഭാനു രാത്രൗ ചിബുകസമർപ്പിതജാനു കരതലഭിക്ഷാസ്തരുതലവാസാ തദഭിനമുഞ്ജത്യാശാപ്രാസാ. മുന്നിൽ തീ, പിന്നിൽ സൂര്യൻ, രാത്രി താടി കാൽമുട്ടിലേറ്റി കൂനിയുള്ള ഇരിപ്പ്, കൈക്കുമ്പിളിൽ ഭിക്ഷ, മരച്ചോട്ടിൽ താമസം. അപ്പോൾ പോലും ആശയെന്ന പാശം വിട്ടുപോകുന്നില്ല.